ദൈവത്തോടുള്ള സ്നേഹവും ഭയവും ഭക്തിയുമാണ് നമ്മെ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവവചനത്തിലുള്ള പരിജ്ഞാനമാണ് ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സൂക്ഷിച്ചൊഴിയുവാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. എന്നാൽ ദൈവം സ്വന്തം കരങ്ങളാൽ മെനഞ്ഞ് തൻ്റെ ശ്വാസത്താൽ ജീവൻ നൽകിയ ആദ്യ മനുഷ്യരായ ആദമും ഹവ്വയും ദൈവത്തിൻ്റെ സാമീപ്യം നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ്. എന്നാൽ പാപത്തിൻ്റെ പ്രലോഭനം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അതിന് മുതിരാതെ പാപത്തിൻ്റെ വശീകരണത്തിൽപ്പെട്ടു. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള കൽപ്പന പ്രകാരം ശത്രുവിൻ്റെ ആലോചനയെ ആദ്യ വാക്കിൽ തന്നെ അവർ തള്ളിക്കളയേണ്ടതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളെ അവർ അവിശ്വസിച്ചു. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ അവർ കുടുങ്ങി. ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുതലിനെ എല്ലാം അവർ മറന്നു. ദൈവത്തിന് വിരോധമായി അവർ പാപം ചെയ്തു. ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ അവരിൽ ആത്മമരണം സംഭവിച്ചു. ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. തേജസ്സിൻ്റെ വസ്ത്രവും അവർക്ക് നഷ്ടമായി. ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് അവർ നിഷ്കാസിതരായി. ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾക്കും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ട്. എന്നാൽ മനുഷ്യൻ തനിക്ക് ബോധിച്ചതനുസരിക്കുകയും ബാക്കിയുള്ളത് സൗകര്യം പോലെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഇപ്പോൾ ബോധവാനാകുന്നില്ല. എന്നാൽ ദൈവകൃപയാൽ തിരിച്ചറിവ് പ്രാപിക്കുന്നവർ ദൈവസന്നിധിയിൽ തങ്ങളുടെ വീഴ്ചകളെ ഏറ്റുപറയുകയും ദൈവകൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുകയും വേണം. സദൃശവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: തൻ്റെ ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എന്നാൽ ആദമും ഹവ്വയും അതിന് തയ്യാറായില്ല എന്ന് നാം കാണുന്നു. ഇയ്യോബ് ഈ വിഷയം പറയുന്നുണ്ട്: ഞാൻ ആദമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവെടുത്ത് മറച്ചു വെച്ചുവെങ്കിലെന്ന്. ഹോശേയ പ്രവചനത്തിൽ ദൈവം കൃത്യമായി ആദമിൻ്റെ പാപം വ്യക്തമാക്കുന്നു. എന്നാൽ അവർ ആദം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ തോട്ടം കാക്കുവാനും ദൈവം അവർക്ക് നൽകിയ നിയമം കാക്കുവാനും ആദമും ഹവ്വയും ബാധ്യസ്ഥരായിരുന്നു. എന്നാൽ അവർ തോട്ടം കാത്തില്ല. ശത്രു അതിൽ കയറി. ദുരുപദേശം അവർക്ക് നൽകി. അവർ അത് സ്വീകരിച്ചു. ദൈവം നൽകിയ ഉപദേശം അവർ ലംഘിച്ചു. ഇന്ന് തൻ്റെ രക്തത്താൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന തോട്ടത്തിൽ കർത്താവ് നമ്മെ ആക്കി വെച്ചു. ഓരോ നിമിഷവും അനുസരിച്ച് പോകേണ്ടതിന് ദൈവഹിതം വചനമായി നമ്മുടെ കയ്യിൽ തന്നു. അത് വായിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് വിശുദ്ധിയോടെ സഭയിൽ ദൈവ സാന്നിധ്യത്തിൽ നാം ജീവിക്കണമെന്ന് ദൈവം കൽപ്പന തന്നതാണ്. എന്നാൽ ദൈവവചനം ഗൗരവത്തോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ തയ്യാറാകാതിരുന്നവരുടെ നടുവിലേക്ക് കാലക്രമേണ ദുരുപദേശങ്ങൾ നുഴഞ്ഞു കയറി. തൽഫലമായി ദൈവഹിതത്തിന് തീർത്തും വിപരീതമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താവുന്നു. ഇന്ന് കാണുന്ന പല സംഘടനകളും സഭയുടെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് അതിനുള്ളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ദൈവസഭ അല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസവും ആചാരവും ദൈവസഭയ്ക്കുള്ളിൽ ദൈവം അനുവദിക്കില്ല. ഇന്ന് ഓരോരുത്തരും വിശ്വസിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ദൈവം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ തെറ്റുകൾ മനസ്സിലാക്കി ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ കർത്താവ് തൻ്റെ പുണ്യാഹ രക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർക്കും. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ദൈവത്തെ അനുസരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.